സമർപ്പണം എന്ന കഥയുടെ തുടർഭാഗം. അങ്ങനെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. ചുമടെടുക്കാൻ ചെന്നപ്പോൾ ചുവട് താങ്ങിത്തരുന്ന ഒരുത്തൻ മനഃപൂർവ്വം കൈകൾ കയറി പിടിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവൻ വിടുന്നില്ല. മറ്റുള്ള പെണ്ണുങ്ങൾക്കൊക്കെ അവനെ പേടിയാണ്. ഒരുപാട് പെണ്ണുങ്ങളെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. നീലാംബരി മര്യാദയ്ക്ക് പറഞ്ഞു വിടാൻ. അവൻ വിടുന്നില്ല. പിന്നെ ഒട്ടും താമസിച്ചില്ല. കാല് പൊക്കി അവൻ്റെ അടിനാഭി നോക്കി ഒരു തൊഴി കൊടുത്തു. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. അവൻ എഴുന്നേൽക്കാൻ മുതിരുന്നതിന് മുൻപ് തന്നെ അവൻ്റെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചിട്ട് ചെവിക്കൽ തീർത്ത് ചെരുപ്പ് കൊണ്ട് മാറി മാറി അടിച്ചു. അതോടെ അവൻ്റെ കൊമ്പൊടിഞ്ഞു. പിന്നീടൊരിക്കലും അവൻ്റെ എന്നല്ല ഒരുത്തൻ്റെയും ശല്യമുണ്ടായിട്ടില്ല. കാരണം സഹായിക്കാൻ ആരുമില്ല എന്നുള്ള തോന്നൽ നമ്മളെ ഉപദ്രവിക്കാനുള്ള കരുത്ത് മറ്റുള്ളവർക്കുണ്ടാക്കും. അപ്പോൾ അവനവൻ തന്നെ അവനവനെ രക്ഷിക്കാൻ ശ്രമിച്ചേ പറ്റൂ. നീലാംബരി മനസ്സിലോർത്തു. ഞാൻ ഒരു അഭ്യാസിയൊന്നുമല്ല. എനിക്ക് അപ്പോൾ തോന്നിയതാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. ഓരോ സ്ത്രീകളും ഇത്തരം സന്ദർഭങ്ങളിൽ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നീലാംബരി മനസ്സിൽ സ്വയം പറഞ്ഞു. ഈ നാട്ടിൽ തലയുയർത്തി ജീവിക്കണമെങ്കിൽ ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ചേ പറ്റൂ. ഒളിച്ചോടാനാവില്ല. ഇതിനിടയിൽ ശങ്കരനാരായണൻ മരിച്ചു. നീലാംബരിയുടെ ഒരു വശം തളർന്നതുപോലെ തോന്നി. ഇനി എന്തു ചെയ്യും? ആകെയുള്ള ഒരു താങ്ങും തണലും ഇല്ലാതെയായി. എങ്കിലും തളരാൻ പാടില്ല. താൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയേ പറ്റൂ. ഇതിനിടയിൽ ഗൗതം 6ാം ക്ലാസ്സിലായി. ഗായത്രിയാകട്ടെ 3ാം ക്ലാസ്സിലും. ഇരുവരും നന്നായി പഠിക്കും. ഇതിനിടയിൽ ഒരു കുഞ്ഞുങ്ങളും ഇതുവരെ അന്വേഷിച്ച് വന്നിട്ടില്ല. PSCയുടെ പല ടെസ്റ്റുകളും എഴുതിക്കൊണ്ടേയിരുന്നു നീലാംബരി. ഒന്നിനും കയറിക്കൂടാനായില്ല. പഠിക്കാതെ പോയി ടെസ്റ്റ് എഴുതിയാൽ ജോലി കിട്ടുമോ? പകലന്തിയോളം ഉള്ള പണി കഴിഞ്ഞ് എങ്ങനെ പുസ്തകം വായിക്കാനാ? രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഒന്നിനും നേരമില്ല. നീലാംബരി ഓരോന്നാലോചിച്ചു കൊണ്ടേയിരുന്നു. ഈ കുഞ്ഞുങ്ങളെ ആരുടെ മുൻപിലും കൈനീട്ടാതെ വളർത്തുവാൻ വേണ്ടി ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു. അതിരാവിലെ കടകളിൽ പലഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. അടുത്തുള്ള ചായക്കടകളിൽ അപ്പം, ഇടിയപ്പം ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഓർഡർ പിടിച്ച് ഉണ്ടാക്കി നൽകിയാൽ അല്പം പണം കൂടുതൽ കിട്ടും. മാത്രമല്ല അതോടൊപ്പം ഞങ്ങളുടെ വീട്ടുചിലവും നടന്നു പോകും. പണ്ട് മുത്തശ്ശി ചെയ്തിരുന്ന പണികളാണിതൊക്കെ. അതുകൊണ്ട് തന്നെ അതൊക്കെ കണ്ടും കേട്ടും കുറേയൊക്കെ അറിയാമായിരുന്നു. അതിന്ന് ഒരു രക്ഷയായി. ഗൗതമിന് ഒരു എൻജിനീയർ ആകാനായിരുന്നു ആഗ്രഹം. അതവൻ എന്നോട് പറയാൻ മടിയായിരുന്നു. പക്ഷേ അവൻ്റെ ആഗ്രഹം നീലാംബരിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നീലാംബരി കിട്ടുന്നതിലൊരു ഓഹരി ഗൗതമിൻ്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. അടുത്ത ഭാഗവുമായി